മൂന്നാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസ് ബഹ്റൈനിൽ പുരോഗമിക്കുമ്പോൾ മലയാളികൾക്കും അഭിമാനിക്കാൻ ഏറെ വകയുള്ള കാര്യങ്ങളുണ്ട്. ഇന്ത്യൻ ടീം കബഡി ഫൈനലിൽ വിജയിക്കുമ്പോൾ അതിന് റഫറി പാനലിലുണ്ടായ ഒരു പിടി മലയാളികളാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. എന്തായിരുന്നു ആ ഒരു ഫീല്? ആസ് എ മലയാളി വലിയൊരു ഇന്റർനാഷണൽ ഇവന്റിന്റെ ഭാഗമാകുന്നു, അവിടെ ഇന്ത്യ കപ്പടിക്കുന്നു, എന്തൊക്കെയാണ് ആ ഫീല്? തീർച്ചയായും നിറഞ്ഞ സന്തോഷമാണ്. പിന്നെ ജീവിതത്തിൽ വളരെ കുറച്ച് പേർക്ക് മാത്രം ലഭിക്കുന്നൊരു അവസരം അത് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. പിന്നെ ഇന്ത്യൻ ടീം ചാമ്പ്യന്മാരായതിൽ അതിലേറെ സന്തോഷം. പിന്നെ ഇനിയും തുടർന്നും ഈ ബഹ്റൈനിൽ കബഡിയുടെ ടൂർണമെൻറ്റുകൾ ഒരുപാട് വരുന്നുണ്ട്. അതിൽ ഞങ്ങൾ തീർച്ചയായും സഹകരിക്കുന്നതായിരിക്കും. ഇന്ന് ഇന്ത്യൻ ടീമിൻ്റെ മത്സരം നടക്കുമ്പം തന്നെ ഞങ്ങൾക്ക് അതിൽ പാർട്ടാകാൻ പറ്റി. അതിൻ്റെ ലൈൻ അമ്പയർമാരായിട്ടൊക്കെ ഞങ്ങൾക്ക് നിന്ന് അടുത്ത കളി കാണുന്നതിന് സാധിച്ചു. അതിൻ്റെ ഒരു ഫീല് നമുക്ക് പറഞ്ഞ് അറിയിക്കാനൊക്കാത്തതാണ്. എന്തായാലും ഇവിടെ ബഹ്റൈനിലായിരിക്കുന്ന ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് എന്തുകൊണ്ടും വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ ടീമിൻ്റെ കളി നേരിട്ട് കാണാൻ സാധിച്ചു. അതിൽ ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ റെഫറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക്. ഒരിക്കലും ഞങ്ങൾക്ക് അത്ര വരെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഭയങ്കര ഒരു ഇതായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഞങ്ങളെല്ലാവരും ബഹ്റൈൻ ടീമിൻ്റെ നാഷണൽ ടെക്നിക്കൽ ഒഫീഷ്യൽസിലുള്ള മെമ്പേഴ്സാണ്. അത് ഭയങ്കര ഒരു പ്രൗഡായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത്രയും ദിവസം, അതായത് ഒരു 4 ദിവസമായിട്ട് നടക്കുന്ന ഈ ടൂർണമെൻറ്റിൽ ഓരോ മാച്ച് മാറി മാറി നമ്മൾ ഒഫീഷ്യേറ്റ് ചെയ്യുകയും അതിനൊരു സാഹചര്യം ഉണ്ടാക്കി തന്നെ നമ്മുടെ ബഹ്റൈൻ ക്രിക്കറ്റ് ഫെഡറേഷനും ഒളിമ്പിക് ഫെഡറേഷനും നമ്മുടെ ഹിതേഷ് സിക്ക നമുക്കിതിന് വേണ്ടിയിട്ട് പൂർണ്ണമായി നമ്മളെ ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. പുള്ളിക്കാരനും ഒരു താങ്ക്സ് പറയുന്നു. അതേപോലെ നമ്മളെ ട്യൂട്ടറായിട്ട് വന്ന തേജ് നാരായൺ സാറ്, നമ്മളെ ടെക്നിക്കൽ ഡയറക്ടർ കുൽദീപ് സാറ്, ഇവർക്കെല്ലാം നമ്മളെ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മൾ 5 പേര് ന്യൂ ഇന്ത്യൻ സ്കൂളിലെ അധ്യാപകരാണ്. നമ്മൾ 4 പേര് കായിക അധ്യാപകരും ഒരു കമ്പ്യൂട്ടർ സയൻസ് ടീച്ചറും ഉണ്ട് നമ്മളെ ഈ റെഫറിയുടെ പാനലിൽ. അതും നമുക്കൊരു പ്രൗഡ് മൂവ്മെൻ്റാണ്. നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനും അതൊരു പ്രൗഡ് മൂവ്മെൻ്റാണ്. ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ഇടയ്ക്കും ഒക്കെ ഞങ്ങളെ സ്കൂളിൽ നിന്ന് ഇതുപോലെ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വിട്ടത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാനും ഇങ്ങനെ NDOമാരായി മാറാനും ഒക്കെ ഒരു ചാൻസ് കിട്ടിയത്. അപ്പം സ്കൂളിലെ പ്രിൻസിപ്പലിനും ബാക്കി അഡ്മിൻ ടീമിനൊക്കെ അതിൻ്റെ ഒരു ചെയർമാനും എല്ലാം എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.